ആദ്യമായി മാതാവിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ലതീഷ് ബിന്ദു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. എൻ്റെ പേര് ബിന്ദുവാണ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ല എന്നിവരാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 16 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഫലം ഉണ്ടായില്ല. ലക്ഷങ്ങൾ മാത്രം കടങ്ങളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ ആൻറ്റി വഴിയാണ് ചെങ്കൽ മേരി തങ്കം വന്ന ചേച്ചി ആൻറ്റി വഴിയാണ് കൃപാസനത്തിൽ വരാൻ പറഞ്ഞതും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. കാരണം എല്ലായിടത്തും പോയി, ഒരിടത്തും പോയിട്ട് ഫലമില്ലാത്തതുകൊണ്ട് വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയാണ് 2022 ഡിസംബർ 7-ാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പോയി. പക്ഷേ ഞാൻ മാതാവിനോട് നിലവിളിച്ച് കരഞ്ഞു. അടുത്ത വർഷം എനിക്ക് ഒരു കുഞ്ഞിനെ തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നീട് ഡിസംബർ 23 മാർച്ച് 3-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. ബഹുമാനയുടെ അച്ഛനെ കണ്ടു. അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. സെൻറ്റ് തന്നു, വയറ്റി പുരട്ടാൻ പറഞ്ഞു. കുഞ്ഞ് കിട്ടും സൈത്ത് തന്നു, വയറ്റിൽ പുരട്ടാൻ പറഞ്ഞു. പുരട്ടി കുഞ്ഞ് കിട്ടും സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ മാസം ഞാൻ ഗർഭിണിയായി. 5-ാം മാസമായപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി. പക്ഷേ വല്ലാത്ത ഭാരമായിരുന്നു. കാരണം 16 വർഷം കുഞ്ഞുങ്ങളില്ലാത്തതാണ്. ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി ബ്ലീഡിങ് അപ്പോയിട്ട് നിന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് എടുത്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭവനത്തിൽ വന്നു. 7-ാം മാസമായപ്പോൾ എനിക്ക് ഭയങ്കര ചുമയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരിക്കലും കുറയാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ മാതാവ് അപ്പോഴും എന്നെ കൈവിട്ടില്ല. ഞാൻ മാതാവോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് എന്നെ കൈവിട്ടില്ല. ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് ആശുപത്രി കുറേ പോയി. പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല. മാതാവ് അവന് കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തന്നു. 2023 ഡിസംബർ 11-ാം തീയതി എനിക്ക് ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് ചേട്ടൻ്റെ കുടുംബത്തിൽ 4 സഹോദരങ്ങളാണുള്ളത്. ഞാൻ അവർക്ക് വേണ്ടി നിയോഗം എടുത്തിരുന്നു. കാരണം 3 പേർക്ക് മക്കളില്ലായിരുന്നു. ആൾക്കാർ പരിഹാസം നിന്നെയും അപമാനക്കാർ ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് കുത്തുവാക്ക് പറയുമായിരുന്നു, മലടി എന്നൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നിന്നെ എൻ്റെമായി പറയുമായിരുന്നു. അങ്ങനെ ഞാൻ അവർക്കും വേണ്ടി ഉടമ്പടി എടുത്തു. അതിൽ അന്യൻ്റെ ഭാര്യ ഗർഭിണിയായി, അവർക്ക് ഒരു ആൺകുഞ്ഞിനെ മാതാവ് കൊടുത്തു. ഇത്രയും തന്ന മാതാവിന് പല ട്രീറ്റ്മെൻറ്റ് IVF ചെയ്ത് അതിലൊന്നും ഫലം ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ കൃപാസനത്ത് വന്നത്. അങ്ങനെ അവർക്കും ഒരു കുഞ്ഞിനെ തന്ന് ഇത്രയും തന്ന മാതാവിനും ഉണ്ണിയേശുവിനും വരെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയെന്ന് വിളിക്കും.